എടാ അവള് കൊണ്ടുവന്ന മീനുണ്ടല്ലോ എന്റെ പൊന്നെ സഹിക്കാൻ പറ്റും. ഇത്ര നീളം ഉണ്ടായിരുന്നു സത്യം. ഒരു മിനിറ്റ്. ഹലോ, എന്തേലും വിവരക്കേട് പറയുമ്പോ കേൾക്കാൻ വേണ്ടി ഇരുന്നോളാം. അങ്ങനെ പറയല്ല എന്റെ പൊന്നെ. നേരിട്ട് കണ്ടിട്ടില്ല എന്ന് കരുതി ഇക്കൊക്കെ മുത്തിനോട് സ്നേഹമില്ലെന്ന് പറഞ്ഞ എന്റെ കൽബ് തകർന്നു പോലെ എന്റെ മുത്തേ. അങ്ങനെ പറയല്ലേ മുത്തേ. ചരിഞ്ഞ് എന്ത് വർത്താനം ഇങ്ങനെ പറയണേ? സ്നേഹമുള്ള എന്തത് എന്ത് കാണാതിരിക്കാ? അവന് പ്രാന്താടാ. അങ്ങനെ പറയരുത്. നീ വിളിച്ചപ്പോ അമ്മ അടുത്തുണ്ടായിരുന്നു. അത് വിട്, നമ്മുടെ ഫോൺ എടുക്കാൻ ഇയാൾക്ക് ഇപ്പൊ സമയമില്ലല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. സാറേ ക്ലാസ്സിൽ പോടാ. ഒരു അധ്യാപകനല്ലേ, ഒന്ന് റെസ്പെക്ട് ചെയ്യ്. എന്തോന്നടേ ഇത്, കോളേജാ അതോ പാർക്കാ? എവിടെ നോക്കിയാലും പ്രണയ ജോഡികളാണല്ലോ. കോളേജ്. മായ രാവിലെ ഉണ്ണിയോടൊപ്പമാണോ വന്നത്? അല്ല, മായ ഒരാളോടൊപ്പം കാറി വരുന്ന കണ്ടു. മായ പറഞ്ഞിട്ടുള്ളതൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയപ്പോ അത് ഉണ്ണിയാണെന്ന് എനിക്ക് തോന്നി. ഉണ്ണി അല്ലേ? ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഇപ്പൊ നമ്മളെയൊന്നും വേണ്ട സാറേ. നോക്കിയേ, എന്തോ വരുന്നത്. മാറിക്കേ. അതെ നീ തന്നെ എങ്ങോട്ടേ തള്ളി കയറുന്നേ? ഇത് എന്തോന്ന് കോലാമോനായി. എങ്ങനെയുണ്ട്? അത് ഈ കോളേജിലോട്ടൊക്കെ വരുന്നതല്ലേ, സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ കരുതി. അതേതായാലും നന്നായി. നമ്മുടെ ഫൈസിടെയാ. രാവിലത്തെ അവന്റെ ഒടുക്കം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച ഒരെണ്ണം അടിച്ചു മാറ്റണം. അതിനവന് ഇങ്ങനെ തുറന്നില്ലല്ലോ. തുണി കഴിയപ്പോ ഫൈസിയുടെ ഒരു കീറിയ പാൻറ് കിട്ടി. ഞാനിങ്ങ് വെട്ടി. കർത്താവേ, ഇന്നലെ വരെ ഇലയെ കൊണ്ടുവന്നിട്ട് ഇന്നീ പാത്രം അവിടെ നിന്ന് കിട്ടിയടാ. മറ്റേതാ സുചേച്ചിയുടെ വാങ്ങിയതാ. മോൻ സുജ ചേച്ചി മൊത്തത്തിലങ്ങ് എടുത്തേക്കുവല്ലേ? അത് ഞാൻ ചുമ്മാ. പൊന്നു വന്നേ, തരാട്ടാ, ശരിയാക്കി തരാട്ടാ. വാടാ. എന്ത് കോലാടാ ഇത്? മോന് മാമുണ്ടാൻ കൊണ്ടുവന്നതാ. ഈ കോലത്തിലോ? മോനായി മോഡേണായി. ഒന്ന് പോ സാറേ. നീ ഒരു കാര്യം ചെയ്യ്, ഇവനെ കൂട്ടി ക്യാൻറ്റീനിലോട്ടല്ലോ. ആ ഫൈസയും കൂടി വിളിച്ചു. ദേ നോക്ക്, ചുന്ദരി ഒടുക്കത്തെ ഫോൺ വിളിയാ. ഇനി ആ പുല്ല് മൊത്തം പറിച്ചു തീരാണ്ട് എഴുന്നേക്കത്തില്ല. ശരി, നീ ഇവനെ കൊണ്ട് പോക്കോ. നടാ കുട്ടൻ വന്നേക്കില്ലേ? ഇല്ല, ഞാൻ കൂടെ വരുന്നുണ്ട്. എനിക്കൂടെ ഉണ്ടാവൂടെ? ഇന്നും ഓസാണല്ലേ. എനക്കുള്ള ഒരു കണ്ടെയ്നർ തന്നെ വേണ്ടി വരുമല്ലോ. അതെ, എന്നോട് ദേഷ്യ? എന്തിന്? ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എടാ, നാളെ രാവിലെ സിനിമയ്ക്ക് പോകണം. പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കൂല, പറ്റൂല. ക്ലാസ് കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റെഡി? കുറച്ച് പേഴ്സണലാ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. നീ പോ, ഞാൻ വന്നോളാം. ശരി, എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം? ആണോ? എന്തടി അമരോട് വെയിറ്റിംഗാ, നീ കാര്യം പറ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ ഇപ്പൊ എന്ത് കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ, ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല, അങ്ങനല്ല. എടാ, നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? അത് നീ വിട്, നീ പെൺകുട്ടിയാകാൻ പറ. ഓ, ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. നീ പറയണ്ടോ? ടീന, ടീന നിക്ക് പ്ലീസ്, നീ പറഞ്ഞിട്ട് പോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. അവിടെ ലാളിത്യമുണ്ട്.
എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. ആ ഭാഷയിൽ, മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. മലയാള ഭാഷയിൽ ആളിത്യമുണ്ട്. നിന്റെ കയ്യിലെന്താണ്? Stand up. നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു. വിഷ്ണു സ്റ്റാൻഡ് അപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. തോന്നണം. ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഞാൻ ഇതെല്ലാം മലയാളം ശരിയല്ല. അല്ല. നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട. അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ എനിക്ക് ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു നിന്റെ അച്ഛനെ തല്ലല്ല കളിയല്ലേ? എന്താണ്? എന്തടി? ടീന തരാൻ പറഞ്ഞതാ. നാളെ പറയാൻ. কালকে অল্প লেবু কিনতে হবে। কেন? এই বইয়ে লেখা আছে লেবু খেলে শরীর ভালো হবে। আমি ভাবছি তোমার মুখের সৌন্দর্য শুকে গেছে। এই বয়সে কি সৌন্দর্য দেখবে? আরে কি আরাম। এদিক ওইদিক একটু একটু চুল পেকে গেছে। আমার তো এক দুটো পেকেছে, তোমার তো সব পেকে গেছে। তুমি কি এখন 20 বছরের মেয়ে? আজ তো তুমি খুব রোমান্টিক হয়ে গেছো। কেন আমি কি রোমান্টিক নই? কোনো কোনো সময়তেই রোমান্টিক নই। ছাড়ো, থাকো তুমি। এখন বেঙ্গলে থাকলে রানীর মতো থাকতে, এখানে নিয়ে এসে কষ্ট দিচ্ছি। অত চিন্তা করো না তো। ছি, লজ্জা লাগে না? লাইট বন্ধ করনি? আর তোমার এখনো লজ্জার গুণ যায়নি? যায়নি, যাও। ছাড়ো, কি করছো? কি ছাড়ো। হচ্ছে কি? ছাড়ো। কাল তোমাকে কত সুন্দর লাগে তুমি নিজেই জানো না তুমি কত সুন্দর। সবসময় আমি বলতে চাই ചോദിച്ചിട്ട് വന്നാലോ? বলতে পারি না। আচ্ছা শোনো, হাতে কিছু পয়সা আসুক। നിനക്കൊക്കെ ഇന്നത്തേക്കുള്ളതായില്ലേ? പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ചേട്ടാ নিশ্চয়ই ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തരുതേ. പോടാം. সমুদ্রের কাছে അങ്ങരുടെ ഭാര്യനെ എന്തു വേണേലും ചെയ്തോട്ടെ. അത് നിനക്കൊക്കെ എന്താ പ്രശ്നം? നിനക്കൊന്നും പറഞ്ഞത് മനസ്സിലാകത്തില്ലടാ. അത് തന്നെ. ഓ ഈ ശാസി. ഛേ. മണ്ടില്ലേ പ്ലീസ്. വലിച്ചു. লাইট বন্ধ করো।